ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാന പെരുന്നാൾ ആചരിച്ചതിന് ശേഷമുള്ള നാളുകളിലൂടെ ഉദ്ധാന കാലത്തിലൂടെ നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് ഒരു വ്യക്തിയിൽ സൃഷ്ടിക്കേണ്ട സ്വാതന്ത്ര്യവും വിടുതലും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ ക്രിസ്തു നമ്മെ ക്ഷണിക്കുകയാണ്. പതിവുപോലെ ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ശുശ്രൂഷകൾ ദേവാലയങ്ങളിൽ നടക്കുന്നുണ്ട്. നാം പലപ്പോഴും അതിൽ സംബന്ധിക്കുന്നുമുണ്ട്. എന്നാൽ ഉദ്ധാനത്തിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ള ദുഃഖകരമായൊരു സത്യമാണ് നിലനിൽക്കുന്നത്. ഉദ്ധാനത്തിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യാൻ കഴിയുമ്പോൾ മാത്രമാണ് ഉയർത്തെഴുന്നേൽപ്പ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അർത്ഥമുള്ളതായിത്തീരുന്നത്. ഉദ്ധാനം എന്നതൊരു ചരിത്രപരമായ, ആത്മീകമായ, സുവിശേഷപരമായ ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നത് കൊണ്ട് ഒരു വ്യക്തിക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ല. മറിച്ച് ഉയർത്തെഴുന്നേൽപ്പ് സുവിശേഷപരമായ ഒരു യാഥാർത്ഥ്യമായിരിക്കെ തന്നെ ഒരു വ്യക്തി ജീവിതത്തിൽ അത് അനുഭവ തലത്തിലെത്തുന്നിടത്ത് മാത്രമാണ് ആ വ്യക്തിക്ക് ഉയർപ്പ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുന്നുള്ളൂ, ക്രിസ്തുവിൻ്റെ ഉയർപ്പ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുന്നുള്ളൂ എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തെ ഉയർപ്പിൻ്റെ സ്വാധീനത്തിലേക്ക് നയിക്കാൻ, ഉയർപ്പിൻ്റെ അനുഭവങ്ങളിലേക്ക് നയിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ചിന്തയാണ് ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ രൂപപ്പെടേണ്ടത്. ഈ ഒരു ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്നതിനായി ഒരു വേദഭാഗം, ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം നടന്ന ഒരു സംഭവത്തിൻ്റെ വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ക്രിസ്തുവിൽ പ്രത്യാശിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനഭാഗമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. വിശുദ്ധ യോഹന്നാൻ 21-ൻ്റെ 1 മുതൽ 5, 6 വരെയൊക്കെയുള്ള വാക്യങ്ങളാണ്. ആ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നിന്നുള്ള ചില ചിന്തകളാണ് ഇന്ന് ഈ എപ്പിസോഡിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലിയായിലെ കാനായിലെ നഥനിയേലും വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. ഈ വായിച്ച വേദഭാഗത്ത് കർത്താവിൻ്റെ ശിഷ്യന്മാർ ആരൊക്കെയാണ് ഈ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ശിഷ്യഗണങ്ങളിൽ പ്രധാനികളായിട്ടുള്ളവരാണ് വാസ്തവത്തിൽ ഈ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. പ്രധാനമായിട്ട് ശിമോൻ പത്രോസ്, ശിഷ്യഗണങ്ങളിൽ ഏറ്റവും മുതിർന്ന സ്ഥാനം വഹിക്കുന്ന ശിമോൻ പത്രോസും, അതുപോലെ തന്നെ തോമസ് അപ്പോസ്തോലൻ, അതുപോലെ തന്നെ നഥാനിയേൽ നമുക്കറിയാം സുവിശേഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന ആളാണ് നഥാനിയേൽ. അതുപോലെ തന്നെ സെബദി പുത്രന്മാർ, യേശുക്രിസ്തുവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കുന്നതിന് ഉള്ള അവകാശം ചോദിച്ചുകൊണ്ട് ക്രിസ്തുവിനെ സമീപിച്ച സെബദി പുത്രന്മാർ, പിന്നെ വേറെ 2 പേർ എന്നാണ് പറയുന്നത്. അപ്പോൾ വേദപുസ്തകത്തിൽ സുവിശേഷ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും വളരെ ശ്രദ്ധേയമായ, നിർണായകമായ പല ചോദ്യങ്ങളിലൂടെയും പല അവകാശവാദങ്ങളിലൂടെയും പല സംഭവങ്ങളിലൂടെയും മുഖ്യസ്ഥാനീയരായ ശിഷ്യഗണങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് വാസ്തവത്തിൽ ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. ആ കൂട്ടായ്മയിൽ വരുന്ന തീരുമാനമാണ് ശ്രദ്ധേയം: നമുക്ക് മീൻ പിടിക്കാൻ പോകാമെന്നുള്ളത്, പഴയ പണിയിലേക്ക് പോകാമെന്നുള്ളത്. പ്രിയപ്പെട്ടവർ, ഇത് വളരെ സങ്കടകരമായ ചില സൂചനകളിലേക്ക് വഴിവെക്കുന്ന ഒരു സംഭവമാണ്. കാരണം ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്നുള്ള കൂട്ടായ്മ ബന്ധത്തിൽ തൻ്റെ പരശുശ്രൂഷ കാലത്തുടനീളം തൻ്റെ ചേർന്ന് നടന്ന് തൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കിൻ്റെയും വിലയും ഗൗരവവും കൃത്യമായി ഉൾക്കൊണ്ട ഒരു സമൂഹമാണ് ഇവിടെ. അതെല്ലാം വിട്ടെറിഞ്ഞിട്ട് പഴയ പണിക്ക് പോകാം എന്ന് പറഞ്ഞ് നേരെ മീൻപിടുത്തത്തിൻ്റെ വലയെറിയലിലേക്ക് യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൻ്റെ ആ ഒരു പ്രധാന സ്ഥാനം വഹിച്ചവർക്ക് പോലും
ഇപ്രകാരം പിന്മാറ്റത്തിൻ്റെ ഒരു ജീവിതാവസ്ഥ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു വസ്തുത. എന്താണ് ശിഷ്യഗണങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഴ്ച, ഇങ്ങനെ ഒരു പരാജയം അവർക്ക് സംഭവിക്കാനിടയായത്? എന്തുകൊണ്ടാണ്? അവരെന്തുകൊണ്ടാണ് ഇത്രയേറെ പിന്നോട്ട് പോയത്? ക്രിസ്തു എന്ന ബന്ധത്തിൽ നിന്ന് സമ്പൂർണ്ണമായി അകന്നു എന്ന് മാത്രമല്ല, തങ്ങളായിരുന്ന പഴയ പണിയുടെ ജീവിതാവസ്ഥകളിലേക്ക് നിരുപാധികം മടങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു ചോദ്യം വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം, ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അവരറിയാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത് എന്ന്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് അവരറിയാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ക്രൂശുമരണത്തിൻ്റെ നിരാശ കൊണ്ടായിരിക്കാം എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അറിയാഞ്ഞിട്ടൊന്നും അല്ല ഈ സംഭവം നടക്കുന്നതെന്ന് ആ വേദഭാഗത്തിൻ്റെ തുടർന്നുള്ള ഭാഗം ശ്രദ്ധയോടെ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ 21-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുക: യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി എന്നാണ് എഴുതിയിരിക്കുക. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് 3-ാമത്തെ പ്രാവശ്യത്തെ പ്രത്യക്ഷപ്പെടലാണ്. മുമ്പ് അപ്പോൾ ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം 2 പ്രാവശ്യം ക്രിസ്തു അവർക്ക് പ്രത്യക്ഷപ്പെടുകയും അവരോട് സംസാരിക്കുകയും അവരെ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷമാണ് വാസ്തവത്തിൽ ഈ 2 പ്രാവശ്യത്തെ പ്രത്യക്ഷപ്പെടലിന് ശേഷമാണ് ഇവർ പോകുന്നതെന്ന് പറയുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ നിന്ന് സംലഭ്യമാകേണ്ട സാന്ത്വനം അവർക്ക് ലഭിക്കാഞ്ഞിട്ടല്ല, ക്രിസ്തുവിലൂടെയുള്ള ബലപ്പെടുത്തൽ അവർക്ക് കിട്ടാഞ്ഞിട്ടല്ല. ക്രൂശ് മരണത്തിൻ്റെ നിരാശയൊക്കെ അവരുടെ ഹൃദയത്തിൽ നിന്ന് പോയി കഴിഞ്ഞു. കാരണം ഉദ്ധാനത്തിലൂടെ ക്രൂശ് മരണത്തിൻ്റെ ദുഃഖങ്ങൾ അപ്രസക്തമായി കഴിഞ്ഞു. ക്രൂശ് മരണത്തിന് പിന്നെ അതിൻ്റെ ദുഃഖങ്ങൾക്ക് പിന്നെ പ്രസക്തിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ക്രൂശ് മരണത്തിൻ്റെ നിരാശയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രത്യാശ നേരിട്ട് കണ്ടു. ഉദ്ധിതനായ ക്രിസ്തു തന്നെ നേരിട്ട് ഇവരെ ബലപ്പെടുത്തി. ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പഴയ പണിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇവരിറങ്ങുന്നത് എന്ന് ഓർക്കണം. അപ്പോൾ എന്താണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? അപ്പോൾ ഉദ്ധാനം കണ്ട ശിഷ്യന്മാർ, ഉദ്ധിതനായ ക്രിസ്തുവിനെ കണ്ട ശിഷ്യന്മാർ, അവരുടെ ജീവിതത്തിൽ യഥാർത്ഥമായ പരിവർത്തനം നടന്നില്ലെന്ന് വേണം കരുതാൻ. ഉദ്ധിതനായ ക്രിസ്തുവിനെ കണ്ടിട്ട് പോലും അവരുടെ ജീവിതത്തിൽ ക്രിസ്തു ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്കുള്ള യാത്ര നടന്നിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സന്ദേശമാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടതുകൊണ്ടോ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ടോ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ വാക്കുകൾ കേട്ടതുകൊണ്ടോ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടോ ഒന്നും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവം ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്ന സൂചന. ഒരു റെസറക്ഷൻ സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ ഉയർപ്പ് സൃഷ്ടിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ, ഉയർപ്പ് സൃഷ്ടിക്കുന്ന ലക്ഷ്യബോധത്തിൻ്റെ, ഉയർപ്പ് സൃഷ്ടിക്കുന്ന ദൈവഹിതാനുസരണമുള്ള ജീവിതത്തിൻ്റെ ഒരു കരുത്തും ബലവും ഒന്നും തന്നെ പ്രിയപ്പെട്ടവരെ ഉയർപ്പ് കണ്ടതുകൊണ്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഈസ്റ്റർ ആഘോഷിച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഈസ്റ്റർ വെറും ഒരു ആഘോഷമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം, പക്ഷേ അതുണ്ടായിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് പേഴ്സണലി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പ്രിയപ്പെട്ടവർ, ഇവിടെ എങ്ങനെയാണ് ഒരു തിരുത്തൽ നമുക്കുണ്ടാകേണ്ടത്? അല്ലെങ്കിൽ എന്താണ് ശിഷ്യന്മാർക്ക് ഇങ്ങനെ പറ്റാൻ കാരണം? ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് പോലും ഇവരെ ജീവിതത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം പ്രിയരെ തേടി പോകുമ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുക ഈ ശിഷ്യന്മാരുടെ ഈ ഒരു അകൽച്ച ആരംഭിച്ചത് എവിടെയാണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ശിഷ്യന്മാർക്ക് ക്രിസ്തു ബന്ധത്തിൽ നിന്നുള്ള അകൽച്ച ആരംഭിച്ചത് എവിടെ? ക്രിസ്തു കൂട്ടായ്മയിൽ നിന്നും ക്രിസ്തുവിലൂടെയുള്ള ലക്ഷ്യത്തിൽ നിന്നുള്ള അകൽച്ച ഇവർക്ക് ആരംഭിച്ചത് എവിടെ എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതെവിടെയാണ് ആരംഭിച്ചത്? വാസ്തവത്തിൽ ഞാനത് ഇങ്ങനെ കാണുന്നു, ഗത്സമനയിലായിരിക്കാം അത് ആരംഭിച്ചത്. ഗത്സമനയിലാണ് ആ കൂട്ടായ്മയുടെ തകർച്ച സംഭവിക്കുന്നത്. ഗത്സമൻ വരെ ഒരുമിച്ച് നടക്കുകയാണ് ഈ സമൂഹം. ഗത്സമനയിൽ ക്രിസ്തു പിടിക്കപ്പെട്ട ആ നിമിഷം അവർ ആ ഒരു ആഘാതത്തിലാവുകയും അവർ ക്രിസ്തുവിങ്കൽ നിന്ന് ചിതറിപ്പോവുകയും ചെയ്തു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ അതുവരെ ഒന്നായി നടക്കുന്ന ഒരു കൂട്ടായ്മയാണ്. എന്നാൽ ആ ക്രൂശ് മരണം സൃഷ്ടിച്ച, അല്ലെങ്കിൽ ഗത്സമനിൽ പിടിക്കപ്പെടുന്ന അനുഭവം ശിഷ്യഗണങ്ങളെ സൃഷ്ടിച്ച ആഘാതമാണ് അവരെ ചിതറിക്കുന്നത് എന്നുള്ളതാണ്. ആ കൂട്ടായ്മയെ ചിതറിക്കുന്നത് എന്നുള്ളതാണ്.
ചില ആഘാതങ്ങൾ ചില കൂട്ടായ്മകളെ ചിതറിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് വാസ്തവത്തിൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കൂട്ടായ്മയിൽ അവർ ചിതറിപ്പോകാതെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കേണ്ടവരാണ് സത്യത്തിൽ. ക്രൂശ് വരെ ക്രിസ്തുവിനെ അനുഗമിക്കേണ്ടവരാണ് സത്യത്തിൽ. പക്ഷെ എന്തുകൊണ്ടാണ് അവർ ആ കൂട്ടായ്മയിൽ നിന്ന് അകന്നുപോയത്? അതിന് കാരണമുണ്ട് പ്രിയപ്പെട്ടവരെ. അവർ ക്രിസ്തുവിൻ്റെ ആ ഗത്സമനയിലെ പിടിക്കപ്പെടലിനെ അത് ദൈവത്തിൻ്റെ പദ്ധതിയായി ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് ചേർന്ന് അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് ഈ ശിഷ്യന്മാർ നടക്കുമ്പോൾ പോലും ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിലെ ദൈവ പദ്ധതികളെ ഉൾക്കൊള്ളാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞിരുന്നില്ല. അവരത് മനസ്സിലാക്കിയല്ല യേശുവിനെ അനുഗമിച്ചത്. ഞാൻ പറഞ്ഞത് ആവർത്തിക്കട്ടെ, നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. യേശുക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവൻ തന്നെ ദൈവപിതാവിൻ്റെ ഇഷ്ടങ്ങളുടെ പൂർത്തീകരണങ്ങളായിരുന്നു. ക്രിസ്തു പറയുന്ന ഓരോ വാക്കും പ്രവൃത്തിയും എൻ്റെ പിതാവ് ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്, എൻ്റെ പിതാവ് ആഗ്രഹിക്കുന്നത് ഞാൻ പ്രവർത്തിക്കുന്നത്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാണ് ഞാൻ നിർവഹിക്കുന്നത്. ഇതൊക്കെ എത്രയോ വട്ടം യേശു തൻ്റെ ശിഷ്യഗണങ്ങളോട് സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ശിഷ്യന്മാർ യേശുക്രിസ്തുവിൻ്റെ വാക്കിനെയും പ്രവൃത്തിയെയും ഒക്കെ കണ്ടത് പിതാവിൻ്റെ ഇഷ്ടം അനുസരിക്കുന്ന തലത്തിലല്ല കണ്ടത്, അത് യേശുവിൻ്റെ പ്രവൃത്തികളായിട്ടാണ് കണ്ടത്. യേശു അത് പറഞ്ഞെങ്കിലും യേശു പറഞ്ഞ ആ വാക്കിനെ അവർ സീരിയസ് ആയിട്ട് എടുത്തില്ലെന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ ഈ ക്രൂശുമരണം എന്നത് സംഭവിക്കുമെന്നത് ക്രിസ്തു നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. തൻ്റെ ശിഷ്യഗണങ്ങളോട് ചേർന്ന് പരസ്യ ശുശ്രൂഷയിൽ നടക്കുമ്പോഴൊക്കെ ക്രിസ്തു പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പിടിക്കപ്പെടും, എന്നെ അവർ പിടിക്കും, എന്നെ അവർ കൊല്ലും, എന്നെ അവർ ഉപദ്രവിക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ യേശു പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും പിടിക്കപ്പെടുമെന്ന വസ്തുത ദൈവഹിതമാണെന്നത് വ്യക്തമായി ക്രിസ്തു അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നിട്ടും പിടിക്കപ്പെട്ടപ്പോൾ അതിനെ ദൈവഹിതമായി ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, അതെന്തുകൊണ്ടാണ്? ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം നടക്കുന്ന ദൈവഹിതത്തിൻ്റെ അനുസരണത്തെ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കാനോ ശിഷ്യഗണങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് ഈ സംഭവം നടന്നപ്പോൾ അവർ നോക്കിയത് ക്രിസ്തുവിലേക്കാണ്, യേശുവിലേക്കാണ്. മറിച്ച് യേശു ആരുടെ ഇഷ്ടമാണോ നടപ്പാക്കുന്നത് ആ പിതാവിലേക്കല്ല അവർ നോക്കിയത്, ആ പിതാവിൻ്റെ ഹിതത്തിലേക്കല്ല അവർ ഫോക്കസ് ചെയ്തത്. ആ പിതാവിൻ്റെ ഹിതത്തിലേക്ക് ഫോക്കസ് ചെയ്തിരുന്നുവെങ്കിൽ അവർക്ക് വളരെ വ്യക്തമായേനെ അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഈ കാര്യം പിതാവിൻ്റെ ഹിതമാണ്, അതുകൊണ്ട് ഇനി അതിനെ ഓർത്ത് തകരണ്ട, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളത് അവരുടെ ഹൃദയം ആഘാതത്തിലാകില്ലായിരുന്നു. അപ്പോൾ ഞാനിത് പറഞ്ഞതിന് വേണ്ടിയിട്ടാണെന്നറിയാമോ? ദൈവഹിതാനുസാരിയായ ഒരു ജീവിതം ഒരു വ്യക്തി തിരിച്ചറിയുന്നില്ല എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സങ്കടങ്ങൾ ആ വ്യക്തിക്ക് ആഘാതങ്ങളായി പരിണമിക്കും. പിന്നീട് ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് പോലും അയാളെ ജീവിതത്തിലേക്ക് പ്രത്യാശയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ പലപ്പോഴും കഴിയില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ദൈവഹിതം തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു യാത്രയായിരിക്കണം നമ്മളുടെ ജീവിതയാത്ര എന്ന് പറയുന്നത്. ദൈവഹിതം തിരിച്ചറിഞ്ഞിട്ടുള്ള യാത്ര, നമ്മളുടെ ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിച്ചുകൊണ്ടുള്ളൊരു യാത്ര, എന്നിട്ട് ആ അന്വേഷണത്തിലൂടെ ദൈവഹിതം കണ്ടെത്തുന്ന യാത്ര, കണ്ടെത്തുന്നതിലൂടെ അത് നമ്മളുടെ ജീവിതത്തിൽ നടപ്പാക്കുന്ന യാത്ര, അങ്ങനെ ദൈവഹിതം അന്വേഷിച്ച് കണ്ടെത്തി നടപ്പാക്കുന്നൊരു ജീവിതയാത്ര, ഒരു ക്രിസ്ത്യ ജീവിതമാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ ആ ദൈവഹിതത്തിൻ്റെ യാത്രയിൽ അനിവാര്യമായ ചില സഹനങ്ങൾ വരുമ്പോൾ തകർന്നു പോവില്ല. പലപ്പോഴും ഇന്നത്തെ മനുഷ്യരാരും ദൈവഹിതാനുസാരിയായ യാത്രകളല്ല നടത്തുന്നത്. ദൈവഹിതാന്വേഷണ പ്രകാരമുള്ള യാത്രയല്ല ഇന്നത്തെ മനുഷ്യൻ നടത്തുന്നത് എന്നുള്ളതാണ് സങ്കടകരമായ വസ്തുത. ഇന്ന് ആർക്കും തന്നെ ദൈവഹിതം അന്വേഷിക്കാനുള്ള ഒരു താല്പര്യമില്ല. ദൈവഹിതം അന്വേഷിക്കാനുള്ള താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹിതത്തിൻ്റെ ഒത്ത് പോവുകയാണ്. നമ്മൾ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നു എന്നത് തെറ്റാണ് എന്ന് പലപ്പോഴും സുവിശേഷ പ്രസംഗങ്ങളിൽ പറയാറുണ്ട്. എല്ലാവരും ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് ജീവിക്കണം, അന്വേഷിച്ച് ജീവിക്കണം എന്നൊക്കെ എപ്പോഴും സുവിശേഷ പ്രസംഗത്തിൽ പറയാറുണ്ട്. ഞാൻ നിങ്ങളോട് പലവട്ടം പ്രസംഗിച്ചിട്ടുള്ളതാണത്. നമ്മുടെ ഇഷ്ടമല്ല അന്വേഷിക്കേണ്ടത്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ ഈ ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കേണ്ടതിൻ്റെ ഒരു ഗൗരവം പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ രൂപപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സീരിയസ്നെസ് നമ്മുടെ ചിന്തകളിൽ വരുന്നില്ല.
എന്താണ് ഈ ദൈവഹിതം അന്വേഷിക്കേണ്ടതിൻ്റെ ഗൗരവം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വരുന്നില്ല. ഇപ്പം ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ യേശുക്രിസ്തുവിൻ്റെ കൂടെ 3 വർഷം നടന്നെങ്കിലും അവർ ഒരു ദൈവഹിത അന്വേഷികളായി മാറിയിരുന്നില്ല എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിലെ സങ്കടകരമായ വസ്തുത. യേശുവിൻ്റെ കൂടെ അവരുണ്ട്, പക്ഷെ പിതാവിൻ്റെ ഹിതം അന്വേഷിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക്, ആ ഒരു രീതിയിലുള്ള ജീവിതത്തിലേക്ക് ശിഷ്യന്മാർ കടന്നു വന്നില്ല. അനുനിമിഷം ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുന്ന ഒരു രീതിയിലേക്ക് അവർ കടന്നു വന്നില്ല. ഗത്സമനയിൽ നടക്കുന്ന ഒരു സംഭവം തന്നെ അത് വളരെ ശ്രദ്ധേയമാണ്. ഗത്സമനയിൽ യേശുക്രിസ്തു തൻ്റെ ശിഷ്യഗണങ്ങളെ വിളിച്ചിട്ട്, മർക്കോസ് 14 വായിക്കുമ്പോൾ കാണാം, തൻ്റെ ശിഷ്യഗണങ്ങളെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിനെ പ്രാർത്ഥിക്കാനായിട്ട് ഇരുത്തി. അത് കഴിഞ്ഞ് ക്രിസ്തു കുറച്ച് മുന്നോട്ട്, ഒരു കല്ലേറ് ദൂരം എന്നാണ് എഴുതിയിരിക്കുക, ഒരു കല്ലേറ് ദൂരം മുന്നോട്ട് മാറിയിട്ട് ഇപ്പോൾ ഈ സംഭവത്തിൽ പങ്കാളികളായ 3 പേരെ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്ന 3 പേരെ ഒരു കല്ലേറ് ദൂരം മാറ്റി അവിടെ ഇരുത്തിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് ഒരു കല്ലേറ് ദൂരം മാറിയിട്ടാണ് യേശുക്രിസ്തു പോയി ഇരുന്ന് പ്രാർത്ഥിച്ചത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അവിടുത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവഹിതാന്വേഷണമാണ്. പിതാവിൻ്റെ ഹിതം അന്വേഷിക്കലാണ് ക്രിസ്തുവിൻ്റെ ആ പ്രാർത്ഥന. അത് ഗത്സമനയിൽ മാത്രമല്ല യേശുക്രിസ്തു നടത്തിയത്, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലുടനീളം ആ ദൈവഹിതാന്വേഷണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എല്ലാ ദിവസവും അധികാലത്ത് എഴുന്നേറ്റ് തൻ്റെ പിതാവിനോടൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടി യേശുക്രിസ്തു പോയിരുന്നത്, മലയിൽ പോയിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതായിട്ട് വേദപുസ്തകം സാക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദൈവഹിതാന്വേഷണം ക്രിസ്തുവിനുണ്ടായിരുന്നത് കൊണ്ട് ഗത്സമനയിൽ ക്രിസ്തു വന്നത് തന്നെ ഈ ദൈവഹിതാന്വേഷണത്തിനാണ് ഗത്സമനയിൽ ക്രിസ്തു വന്നത്. അപ്പോൾ ആ ദൈവഹിത, അല്ലെങ്കിൽ പിന്നെ ആ ഒരു ക്രൂശു മരണത്തിൻ്റെതായ ഒരു യാത്രയിലെ ഗത്സമനൻ്റെ പ്രസക്തി എന്താണ്? ഗത്സമൻ ക്രിസ്തു ദൈവഹിതം അന്വേഷിച്ച് വന്ന ഇടമാണ്, ദൈവഹിതം അന്വേഷിച്ച് വന്ന ഇടമാണ്. അത് പ്രാർത്ഥിക്കാനായിട്ട്, ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കാനായിട്ട്. അപ്പോൾ ക്രിസ്തു അവിടെ തൻ്റെ ശിഷ്യന്മാരെയും ദൗത്യമേൽപ്പിച്ചു, നിങ്ങളും ഇവിടെ ദൈവഹിതാന്വേഷണം നടത്തുക എന്നുള്ളത്. പക്ഷേ അവർക്ക് ഈ ദൈവഹിതാന്വേഷണത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകാത്തത് കൊണ്ടാണ് അവരവിടെ പ്രാർത്ഥിക്കാഞ്ഞത്, അവരവിടെ കിടന്ന് ഉറങ്ങിപ്പോയത്. അവർക്ക് അത് ഒരു അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് അവർക്ക് ഫീൽ ചെയ്തില്ല ദൈവഹിതാന്വേഷണം. ഇനിയിപ്പം വിശക്കുവാണ്, ഇത്തിരി ഭക്ഷണം തരണം എന്നുള്ള, ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരണം എന്നുള്ളതായിരുന്നു ക്രിസ്തു ആവശ്യപ്പെട്ടിരുന്നതെങ്കിൽ ചിലപ്പോൾ അവരെല്ലാവരും കൂടെ ഫുഡ് വാങ്ങിക്കാൻ പോയേനെ. വേദപുസ്തകത്തിൽ പല സ്ഥലത്തും യേശുവിന് ഭക്ഷണം വാങ്ങിക്കാൻ പോകുന്ന ശിഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ഏൽപ്പിച്ച ദൗത്യം, ഭക്ഷണം വാങ്ങിക്കാനുള്ള ദൗത്യം ഏൽപ്പിക്കുമ്പോഴും, അഞ്ചപ്പം വർദ്ധിപ്പിക്കാനുള്ള ദൗത്യം ഏൽപ്പിക്കുമ്പോഴും, അത് വിളമ്പാനുള്ള ദൗത്യം ഏൽപ്പിക്കുമ്പോഴും, പടകെടുത്ത് പോകാനുള്ള ദൗത്യം ഏൽപ്പിക്കുമ്പോഴും, ഓശാനയ്ക്ക് കഴുതയെ വിളിക്കാൻ പോകാനുള്ള ദൗത്യം ഏൽപ്പിക്കുമ്പോഴും, പെസായിക്ക് വിരുന്നൊരുക്കാനുള്ള ദൗത്യം ഏൽപ്പിക്കുമ്പോഴും അവിടെയൊക്കെ കാണിച്ച ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത ഈ ഏൽപ്പിച്ച ജോലിയുടെ കാര്യത്തിൽ അവർ കാണിച്ചില്ല. ഓർക്കണം, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായൊരു പോയിൻ്റാണ്. നമ്മളും യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ഭയങ്കര വിശ്വസ്തരാണ്, പല കാര്യങ്ങളും വിശ്വസ്തരാണ്. നമ്മൾ കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമസ്കാരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, വിശുദ്ധ കൂദാശകളൊക്കെ അനുഷ്ഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പള്ളിയിലെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കര ഇൻവോൾവ് ആണ്. കഞ്ഞി വയ്ക്കാനും കറിക്കരിയാനും ഒക്കെ, ധ്യാനത്തിന് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനും, മൈക്കെടുത്ത് വയ്ക്കാനും, മേശ പിടിച്ചിടാനും, കസേര എടുത്തിടാനും, തുടച്ചിടാനും, പള്ളി വൃത്തിയാക്കാനും, മുറ്റം അടിച്ചു വാരാനും, എന്തു വേണ്ടു എല്ലാത്തിനുമൊക്കെ നമ്മൾ വളരെ സജീവമാണ് നമ്മൾ. അപ്പോൾ പക്ഷേ ക്രിസ്തു ഏൽപ്പിച്ച ഈ നിർണായകമായ ദൈവഹിതാന്വേഷണം എന്ന് പറയുന്ന ദൗത്യത്തിൽ നമ്മൾ പലപ്പോഴും പിന്നോട്ടാണെന്നുള്ളതാണ്. ആ ഒരു ദൗത്യത്തിൽ നമ്മൾ പിന്നോട്ടാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന നെഗറ്റീവ് എക്സ്പീരിയൻസസ് ദുരന്തങ്ങളായി മാറുന്നത്. ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാൻ പറ്റാതെ വരികയാണ്. ശിഷ്യന്മാർക്ക് ഗത്സമൻ ഒരു ദൈവഹിത തിരിച്ചറിയലിൻ്റെ ഇടമാകേണ്ടതായിരുന്നു, പക്ഷേ ഗത്സമൻ അവർക്ക് ഒരു ചിതറിപ്പോകലിൻ്റെ ഇടമായിട്ടാണ് പരിണമിച്ചത്. ദൈവഹിത അന്വേഷണം തിരിച്ചറിയേണ്ട ഇടം തന്നെ ഒരു തകർച്ചയുടെ, ചിതറിക്കപ്പെടലിൻ്റെ ഇടമാക്കി, നിരാശയുടെ, ആഘാതത്തിൻ്റെ ഇടമായി പരിണമിച്ചത് എന്തുകൊണ്ടാണ്? ദൈവഹിതം അന്വേഷിക്കാനിരിക്കേണ്ടിടത്ത് ദൈവഹിതം അന്വേഷിക്കാനിരിക്കാതിരുന്നത് കൊണ്ട് ദൈവഹിതാന്വേഷണത്തിൻ്റെ ഇടം പോലും അവർക്കൊരാഘാതത്തിൻ്റെയും തകർച്ചയുടെയും ഭിന്നതയുടെയും ഇല്ലായ്മയുടെയും ഒരു അനുഭവമായി മാറി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ പിന്നീട് ക്രിസ്തു പറയുന്ന വാക്കുകൾ അവർക്ക് സീരിയസ് ആയിട്ട് മനസ്സിലായില്ല.
യേശുക്രിസ്തു ഏൽപ്പിക്കുന്ന ഈ ദൈവഹിതാന്വേഷണം, ഞാനതിന് ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുകയാണ്, പേഴ്സണൽ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടത്, വ്യക്തിപരമായ ദൈവത്തോടൊപ്പമുള്ള ഒറ്റയ്ക്കിരുന്നിട്ടുള്ള കൂട്ടായ്മാചരണം, പേഴ്സണൽ പ്രയർ എന്നൊക്കെ ചിലർ അതിനെ വിളിക്കും. ഞങ്ങൾ പക്ഷേ അതിനെ വിളിക്കുന്നത് പേഴ്സണൽ ഫെലോഷിപ്പ് എന്നുള്ള പദമാണ്. ക്രിസ്തുവുമായി, ദൈവവുമായി, അബ്ബാ പിതാവുമായി കൂട്ടായ്മ ആചരിക്കുക, സൃഷ്ടാവായ ദൈവത്തോട് ഫെലോഷിപ്പ് ആചരിക്കുക, കൂട്ടായ്മ, എല്ലാ ദിവസവും ദൈവത്തോട് സംസാരിക്കുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ സമയം, ദൈവത്തിൻ്റെ ഹിതം അന്വേഷിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സമയം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാതെ വന്നതുകൊണ്ട് ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ തകർന്ന് തരിപ്പണമായിപ്പോയി എന്നുള്ളതാണ്. നമ്മളും ദൈവഹിതാന്വേഷികളായി ദൈവത്തോടൊപ്പം ഇരുന്ന് ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ബിൽഡ് ചെയ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തകർന്നു പോകും. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഭയങ്കരമായൊരു വാക്യൂം ഫീലാണ് അനുഭവിക്കുന്നത്. ഈ പഴയ പണിക്ക് പോകാമെന്ന് ഈ ഗത്സമനയിൽ വന്നതാണ് ആ ഡിറ്റാച്ച്മെൻറ്റ്. ആ ഗത്സമനയിൽ ദൈവഹിതാന്വേഷണം, അതുവരെ യേശു കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് യേശു പിതാവിൻ്റെ ഹിതം അന്വേഷിച്ച് അവരോട് പറയുമായിരുന്നു. യേശു പിതാവിനോട് ഹിതം ചോദിക്കും, എന്നിട്ട് അവരോട് പറയും ഇതാണ് പിതാവിൻ്റെ ഹിതം എന്ന് പറയും. ഇത് വളരെ എളുപ്പമുള്ള ഒരു പരിപാടിയാണ്. യേശു പിതാവായ ദൈവത്തോട് അപ്പാ പിതാവേ അവിടുത്തെ ഹിതം എന്താണെന്ന് ചോദിക്കും. അബ്ബാ പിതാവ് യേശുവിന് പറഞ്ഞു കൊടുക്കും. യേശു അത് ശിഷ്യന്മാരോട് പറയും. വളരെ എളുപ്പമാണ്. കർത്താവ് പണിയെടുത്തോളും, കർത്താവ് സംസാരിച്ചോളും പിതാവിനോട്. ഞങ്ങൾക്കിങ്ങനെ പുറകെ നടന്നാൽ മതി, ഞങ്ങൾ വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ ഞങ്ങൾ കൂടെ ഉണ്ടാവും. കർത്താവ് എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു തന്നാൽ മതി. ഇതാണ് നമ്മുടെ ഒരു ലൈൻ. അതാണ് ശിഷ്യന്മാരുടെ ഒരു ലൈനും അതായിരുന്നു, നമ്മുടെ ഒരു നിലപാടും അത് തന്നെയാണ്. കാരണം ഇന്നും നമ്മൾ ദൈവഹിതം അന്വേഷിക്കുന്ന ചിലരെ തേടി പോവാണ്. അതുകൊണ്ടാണ് വ്യക്തി ദൈവങ്ങളൊക്കെ ഇന്ന് വർദ്ധിക്കുന്നത്. അല്ലെങ്കിൽ സുവിശേഷകരോട് ദൈവത്തെക്കാൾ കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് ഇന്ന് സുവിശേഷം കേൾക്കാൻ വരുന്ന ആൾക്കാർ മാറുന്നു. കൗൺസിലിംഗ് അഡിക്ഷൻ ഇന്ന് നമ്മളിൽ വരുന്നത്, സ്പിരിച്വൽ കൗൺസിലിങ്ങിൽ അഡിക്ഷൻ എന്ന് നമുക്ക് വരുന്നത്. കാരണം എല്ലാത്തിനും ഇങ്ങനെ വിളിച്ച് ചോദിക്കുകയാണ്, എന്തോ ചെയ്യേണ്ടത് അച്ഛാ, എനിക്ക് കല്യാണാലോചന വന്നിരിക്കുന്നു, 3 കല്യാണ ആലോചന വന്നിരിക്കുന്നു, അതിൽ ഏത് തിരഞ്ഞെടുക്കണം അച്ഛൻ പറ. അല്ലെങ്കിൽ എനിക്ക് ജോലി നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ ജോലി കിട്ടുന്നില്ല, എന്താണ് അതിൻ്റെ റീസൺ, അച്ഛനൊന്ന് പ്രാർത്ഥിച്ച് പറ. നമ്മൾ ഇടനിലക്കാരനെ തേടുകയാണ് എപ്പോഴും. ഈ ശിഷ്യന്മാർക്ക് ക്രിസ്തു ഒരു ഇടനിലക്കാരനായി നിൽക്കുമായിരുന്നു. പക്ഷേ ഉദ്ധിതനായ ക്രിസ്തു ഒരു വ്യക്തിക്ക്, ഒരു ശിഷ്യന് നൽകുന്ന ബോധ്യം, ഇനി നിങ്ങൾ അബ്ബാ പിതാവുമായിട്ടുള്ള വ്യക്തിപരമായ കൂട്ടായ്മയ്ക്ക് നിങ്ങളെ ഞാൻ അർഹരാക്കുകയാണ് എൻ്റെ ക്രൂശ് മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും. വാസ്തവത്തിൽ ആ ഒരു വലിയ ഒരു അവകാശത്തിലേക്കുള്ള മടങ്ങിവരവാണ് ശിഷ്യന്മാർക്ക് ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിലൂടെ. ഇത്രയും കാലം ക്രിസ്തുവിലൂടെ അല്ലാതെ അവർക്ക് സാധിക്കത്തില്ലായിരുന്നു. നിശ്ചയമായും യേശു ക്രിസ്തു മധ്യസ്ഥനാണ്, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്തവൻ തന്നെയാണ്. ആ മറുവിലയുടെ അവകാശത്താൽ അബ്ബാ പിതാവിനോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവകാശം ഇവർക്ക് ക്രിസ്തു സ്വന്തമാക്കി കൊടുക്കുകയായിരുന്നു വാസ്തവത്തിൽ ചെയ്തത് തൻ്റെ ക്രൂശ് മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ്, ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഗോഡ് എക്സ്പീരിയൻസ്, വ്യക്തിപരമായ ഒരു ഫെലോഷിപ്പ് എക്സ്പീരിയൻസ് റീബിൽഡ് ചെയ്യാനായിട്ട് വാസ്തവത്തിൽ ഇവർക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. അവർ ക്രിസ്തു എല്ലാം ചെയ്തു തന്ന് സുഖിച്ച ആ ഒരു ജീവിതാവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് ഈ ശിഷ്യഗണങ്ങൾ ഒരുമിച്ച് കൂടി ഇരുന്നപ്പോൾ അവർക്ക് അവിടെ ഒരു ദൈവസാന്നിധ്യത്തിൻ്റെ സജീവതയില്ല. അവർ പ്രധാനപ്പെട്ട ആൾക്കാരാണ് എല്ലാവരും ഇരിക്കുന്നത്, പക്ഷേ അവരുടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് പഴയ പണിക്ക് പോകാമെന്നുള്ളതാണ്. എന്തൊരു സങ്കടകരമായ ഒരു അവസ്ഥയാണെന്ന് ഓർക്കണം. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് അവരെ ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയാതെ പോകുന്ന തലത്തിലേക്ക് അവർ പരിണമിച്ചു. എന്തുകൊണ്ട്? ദൈവഹിതാന്വേഷണം അവരുടെ ഹൃദയത്തിൽ ഇല്ലാതിരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ അവർ കൂടിയിരിക്കുന്ന സമയത്ത്, ഈ തിബരിയാസ് കടലിൻ്റെ തീരത്ത് അവർ കൂടിയിരിക്കുമ്പോൾ സമയത്ത് സത്യത്തിലൊരു റെസറക്ഷൻ എക്സ്പീരിയൻസ് ഉൾക്കൊള്ളുന്ന ആളുകളായിരുന്നു അവരെങ്കിൽ അവരുടെ അന്വേഷണം നടക്കേണ്ടത് വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളതിനെക്കുറിച്ചാണ്. വാട്ട് ടു ഡു നെക്സ്റ്റ്, ഞാനിനി എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ കർത്താവ് നിർത്തിയിടത്തുനിന്ന് ഞാൻ എന്താണ് തുടങ്ങേണ്ടത് എന്നുള്ളൊരു എൻക്വയറിയാണ് അവരുടെ ഹൃദയത്തിൽ വരേണ്ടിയിരുന്നത്. പക്ഷെ അവിടെ നിന്ന് ആ വാട്ട് ടു ഡു നെക്സ്റ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വന്ന് ട്വിസ്റ്റ് ചെയ്ത് കറങ്ങിച്ചെന്ന് നിൽക്കുന്നത് അവരുടെ ഭൗതിക ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ പഴയ പണിയുടെ പഴയ ലോകാവസ്ഥകളിലേക്കുള്ള മടങ്ങിപ്പോക്കിൻ്റെ ഒരു അന്വേഷണത്തിലാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും സങ്കടകരമായ ഒരു പര്യവസാനം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതം അത് തന്നെയാണ്. ദൈവഹിത അന്വേഷണ പ്രകാരമായിരുന്നു അവരുടെ മനസ്സ് ട്യൂൺ ചെയ്തിരുന്നത് എങ്കിൽ അവരുടെ ആ എൻക്വയറി ഇങ്ങനെ വന്ന് നിൽക്കത്തില്ലായിരുന്നു. ക്രിസ്തു ആഗ്രഹിക്കുന്ന വഴികളിലേക്ക് അവർ യാത്ര ചെയ്തിരുന്നേനെ.
പ്രിയപ്പെട്ടവരെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ വാക്കുകൾ നമുക്ക് അനുഭവമായി മാറണമെന്നുണ്ടെങ്കിൽ പിതാവായ ദൈവവുമായിട്ടുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, ഫെലോഷിപ്പ് എക്സ്പീരിയൻസിൽ ജീവിക്കാൻ, വളരാൻ, നയിക്കപ്പെടാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എക്സ്പീരിയൻസ് അനുഭവിക്കാനോ ഉൾക്കൊള്ളാനോ നമുക്ക് സാധിക്കത്തില്ല എന്നുള്ളതാണ്. ഇത് വളരെ ശക്തമായി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ബോധ്യമാണ്. ദൈവത്തോടൊപ്പം കൂട്ടായ്മ ആചരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ പണിക്ക് പോകും, മീൻ പിടിക്കാൻ പോകും. ദൈവഹിതാന്വേഷിക്കുന്ന ക്യാരക്ടർ, ദൈവഹിതാനുസാരിയായി ട്യൂൺ ചെയ്യപ്പെട്ട ഒരു ജീവിത ശൈലി രൂപപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മീൻ പിടിക്കാൻ പോകും, ഒരു സംശയമില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ക്രിസ്തു പിന്നീട് അവരെ മടക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്രകാരം ദൈവഹിതാന്വേഷണമുള്ളൊരു ജീവിത ശൈലിയിലേക്കാണ് എന്നുള്ളതും കൂടെ നമ്മൾ ഇതിനോട് ചേർന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമ്മളുടെ ജീവിതം നമുക്ക് പരിശോധിക്കാം. ഉദ്ധിതനായ ക്രിസ്തു എനിക്കൊരു പേഴ്സണൽ എനിക്ക് വ്യക്തിപരമായി എനിക്കൊരു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവായി എൻ്റെ ലൈഫിലുടനീളം നിലനിൽക്കുന്നുണ്ട്. ഇപ്പം യേശു ക്രിസ്തു ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിസിറ്റിംഗ് ഗോഡായി മാറിയിരിക്കുകയാണ്. ഒരു വിസിറ്റിംഗ് ഗോഡാണ്. കാരണം 2 പ്രാവശ്യം വന്ന് വിസിറ്റ് ചെയ്ത് പോയി ഉയർത്തെഴുന്നേറ്റതിന് ശേഷം. അപ്പം ആ യേശുക്രിസ്തു വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചൈതന്യം, ആ ചൈതന്യം കഴിഞ്ഞ് വീണ്ടും പഴയ പണി എന്ന് പറയുന്ന ഒരനുഭവമാണ്. നമ്മൾക്കും ക്രിസ്തു പലപ്പോഴും ഒരു വിസിറ്റിംഗ് ഗോഡാണ്. നമ്മൾ ക്രിസ്തു ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യണം, നമ്മൾ പള്ളിയിൽ ഇടയ്ക്കിടയ്ക്ക് യേശു ക്രിസ്തുവിനെ വിസിറ്റ് ചെയ്യും. അങ്ങനെയല്ല, ക്രിസ്തു ഒരു ഗസ്റ്റായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറാതെ ക്രിസ്തു നമ്മുടെ കൂടപ്പിറപ്പായി അല്ലെങ്കിൽ കൂടെയുള്ള അനുഭവത്തിലേക്ക് എന്നാണ് പരിണമിക്കുക. അവിടെയാണ് യഥാർത്ഥ ദൈവഹിതാന്വേഷണത്തിൻ്റെ പരിപൂർണതയിലേക്ക് നമ്മൾ എത്തുന്നത്. ഈ വചനഭാഗം നിങ്ങളെ സത്യസന്ധമായ ദൈവഹിതാന്വേഷണത്തിലേക്ക് നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വചന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ തമ്പുരാനെ, കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലെ സുപ്രധാനമായ വീഴ്ച ഗത്സമൻ മുതൽ ആരംഭിച്ചതാണ് എന്ന് ഞങ്ങൾ കണ്ടെത്തുന്നു. ഗത്സമൻ വരെ കൂടെയുണ്ടായിരുന്ന ക്രിസ്തു പിതാവിൽ നിന്നുള്ളതെല്ലാം തങ്ങളെ അറിയിക്കുമായിരുന്നു. എന്നാൽ തങ്ങൾക്ക് നേരിട്ട് പിതാവിൽ നിന്ന് അറിയേണ്ടി വന്നപ്പോൾ അവിടെ ക്രിസ്തു എന്ന ഇടനിലക്കാരൻ ഇല്ലാതെ പോകുന്നതിൻ്റെ നൊമ്പരത്താൽ പഴയ പണിയിലേക്ക് മടങ്ങിപ്പോകുന്ന ശിഷ്യഗണം വ്യക്തിപരമായ ദൈവബന്ധത്തിലൂടെ അല്ലാതെ ഇടനില അടിസ്ഥാനത്തിലുള്ള ദൈവബന്ധം ഒരിക്കലും നിലനിൽക്കുന്നതല്ല എന്നുള്ള വെളിച്ചത്തിലേക്ക് ഞങ്ങളെ അവിടെ നിന്ന് നയിക്കണമേ. വ്യക്തിപരമായ ദൈവാന്വേഷണത്തിന് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുക്കണമേ. വിശുദ്ധ മാതാവേ, സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.